ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ വൃത്തിയാക്കുകയാണ്. ഉണക്കച്ചെമ്മീൻ 2 ഈസി മെത്തേഡ് വഴി നമുക്ക് വൃത്തിയാക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസും അറിയിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഉണക്കച്ചെമ്മീനാണ്. അപ്പോൾ ഇതിലത്തെ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ തലയും വാലും കാലും ഒക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം പറിച്ച് കളയുക. ഇതാണ് ഒരു മെത്തേഡ് അല്ലേ. ഒരുവിധം എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെയാണ് അല്ലേ. സോ ഇത് നമുക്ക് എത്ര ചെയ്യാൻ പറ്റും? കുറേ ഉണ്ടെങ്കിൽ നമുക്ക് വട്ടാവില്ല ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ. പക്ഷേ ഒരുവിധം എല്ലാവരും ഇതാണ് ചെയ്യാറുള്ളത്, പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ടും ഇല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടാനും വേണ്ടിയിട്ടും. അപ്പോൾ ഇതുപോലെയാണ് ഒരു മെത്തേഡ്. തലയും വാലും കാലും എല്ലാം നമ്മളിതുപോലെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ക്ലീനായി. ഓക്കെ, നമ്മൾ വാഷ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ കേട്ടോ. ഇതാണ് ഒരു മെത്തേഡ്. പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മൂമ്മ ചെറുപ്പത്തിൽ ചെയ്തത് എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ വർക്കൗട്ടായി. ഫസ്റ്റ് ഒരു ടൈം ഞാൻ ചെയ്തായിരുന്നു, അപ്പോൾ ഞാനൊരു അബദ്ധം ചെയ്തായിരുന്നു. രണ്ടാം പ്രാവശ്യം ചെയ്തപ്പോൾ എന്തായാലും അത് അടിപൊളിയായിട്ട് വീഡിയോയിൽ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഞാനൊരു ഓർമ്മയിലാണ് രണ്ടാമത്തെ മെത്തേഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണെന്ന് വെച്ചാൽ ഒരു ഇളം ചൂടായിട്ട് ഇതിനെ അങ്ങ് ഫ്രൈ ചെയ്യുക. ഈ ചെമ്മീനിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറേ നേരം കഴിയുമ്പോൾ നല്ല വറുത്ത സ്മെല്ല് വരും. അറിയാമല്ലോ, ചെമ്മീൻ വറക്കുമ്പോഴത്തേനും നല്ലൊരു സ്മെല്ല് വരുമല്ലോ. അപ്പോഴത്തേനും ഈ വറക്കും തോറും എന്ത് പറ്റുമെന്നറിയോ, എണ്ണയൊന്നും ഒഴിക്കാതെയാണ് കേട്ടോ, ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആ കാലെല്ലാം ഈ കുറച്ച് ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചില പാർട്സ് എല്ലാം അങ്ങനെ പൊടി പൊടിയായിട്ട് വരും. ഇങ്ങനെ നന്നായി ചൂടായതിന് ശേഷം നമ്മളതൊരു മുറത്തിലോട്ട് എടുത്തിടണം. മുറത്തിലോട്ട് നന്നായിട്ട് എടുത്തിട്ട് ചെറിയൊരു ചൂടോട് കൂടി തന്നെ. അപ്പോൾ അതിൽ തന്നെ കുറേ നമ്മൾ കൈ വെച്ചൊന്നിങ്ങനെ വിരകിയാൽ തന്നെ കുറേയൊക്കെ പൊടിഞ്ഞു പോകും. ഇല്ലെങ്കിൽ ചിലപ്പോൾ കുത്താൻ ചാൻസ് ഉണ്ട്, കയ്യിലൊക്കെ കുത്താൻ ചാൻസ് ഉണ്ട്. ആ സമയത്താണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഒരു ചിരട്ട എടുത്ത് അതിന് മുകളിൽ കൂടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത് പ്ലാസ്റ്റിക് മുറം ആയത് കാരണമാണ്. നമ്മുടെ പഴയ കാലത്തെ മുറമാണെങ്കിൽ താഴത്തെ സർഫസും റഫായിരിക്കും, ചിരട്ടയും റഫായിരിക്കും. അപ്പോൾ രണ്ട് ഭാഗത്തും ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് എല്ലാം പൊടിഞ്ഞു കിട്ടും. അതായത് ഈവൻ മേലത്തെ തോട് വരെ പൊടിഞ്ഞു കിട്ടും. മറ്റേ ആകുമ്പോൾ മേലത്തെ തോട് വരില്ല. ഇതാകുമ്പോൾ ഫുള്ള് ക്ലീൻ ആവും. ഉള്ളിലത്തെ ആ ഫ്ലഷ് മാത്രമായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ചേറിയിട്ട് അതിൻ്റെ പൊടിയെല്ലാം കളയണം. എനിക്ക് ചേരാൻ അറിയാത്ത കാരണമുണ്ട് ഞാൻ പെറുക്കിയാണ് എടുക്കുന്നത്. ചേരാൻ അറിയുന്ന അല്ലെങ്കിൽ അമ്മമാർക്കൊക്കെ അറിയാൻ തോന്നുന്നു, അവരെ കൊണ്ടിന്ന് ചേർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം പോകും. പിന്നെ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കൈവച്ച് ഒന്ന് ഞെരടി കൊടുക്കുക, അല്ലെങ്കിൽ കൈവച്ച് ഒന്ന് ആ മുറത്തിലിട്ട് ഒന്ന് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഫുള്ളങ്ങ് പോകും. കാരണം ഓൾറെഡി റോസ്റ്റഡ് ആണ്, പിന്നെ ആ ഫ്ലഷ് മാത്രമായിട്ട് കിട്ടും. ഇതാകുമ്പോൾ കുറേ നമുക്ക് ഒത്തിരി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കിട്ടും, ഒറ്റയടിക്ക് ചെയ്ത് കിട്ടും. ഓരോന്ന് ഇങ്ങനെ ഇരുന്ന് എത്ര നേരമാണെന്ന് വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുക, അത് ഭയങ്കര കഷ്ടമല്ലേ. ഇതാണ് എൻ്റെ സെക്കൻഡ് മെത്തേഡ്. ഇതെൻ്റെ അമ്മൂമ്മ ചെയ്തത് ഓർമ്മയിൽ വെച്ച് ഞാൻ ചെയ്തതാണ്, പക്ഷെ നന്നായിട്ട് വന്നു. ഓക്കെ, കണ്ടോ. എന്നിട്ട് ഞാൻ എല്ലാം പെറുക്കി എടുത്തിട്ട് നമ്മൾ എന്തായാലും ഇത് കഴിക്കുന്നതിന് മുന്നേ ഉണ്ടാക്കുന്നതിന് മുന്നേ വാഷ് ചെയ്യണം. കണ്ടില്ലേ? ഓക്കെ, ഇത് എങ്ങനെ കിട്ടി? നല്ല നീറ്റായിട്ട് കിട്ടിയില്ലേ? മറ്റേതിനെക്കാട്ടിലും നമ്മൾ ഓരോന്ന് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും നീറ്റായിട്ട് ഇത് കിട്ടി. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു ചെമ്മീൻ ചമ്മന്തിയും കൂടി ഉണ്ടാക്കാമെന്ന് വെച്ചു. പച്ചമാങ്ങ കിട്ടി. അപ്പോൾ അത് 1.5 പച്ച മാങ്ങ കേട്ടോ. ഞാൻ ജസ്റ്റ് അതിൻ്റെ പച്ച എത്രമാത്രം പുളിയുണ്ടെന്ന് അറിയാൻ ഒന്ന് കടിച്ചു നോക്കിയത്. എൻ്റെ പല്ലെല്ലാം ഒരുമാതിരി ആയിപ്പോയി. ഒരു 3 ഉണക്കമുളക്, ഒരു പിടി ചെമ്മീൻ കഴുകി നല്ല പാറ്റ് ഡ്രൈ ആക്കണം. പിന്നെ തേങ്ങ 1 കപ്പ്, കുറച്ച് കറിവേപ്പില, ഒരു 3-4 ചെറിയ ഉള്ളി, പുളിയുടെ അനുസരിച്ച് നമ്മൾ പച്ചമാങ്ങയും കൂടി എടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തേങ്ങ കുറച്ച് കൂടുതൽ, ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഇഷ്ടം അതുപോലെ. എൻ്റെ കയ്യിൽ ഇത്രേ ചെമ്മീനേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത്ര എടുത്തു. നിറയെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കൂടുതൽ എടുക്കാം ചെമ്മീൻ. ഓക്കെ, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. അപ്പോൾ ചെമ്മീൻ്റെ ആ സ്മെല്ലും ടേസ്റ്റും കൂടുതലായിട്ട് ആ ചമ്മന്തിയിൽ വരും. ഇത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അത് കാരണം കൊണ്ട് ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മുളക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ഞാൻ 2 ഡ്രോപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. നന്നായിട്ടൊന്ന് നല്ല ക്രിസ്പി ആവുന്ന പോലെ നന്നായിട്ട് ചൂടാക്കണം. ഓക്കെ, എന്നാലേ നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ, അല്ലെങ്കിൽ പൊടിഞ്ഞു കിട്ടുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്ന് ആവാറാവുമ്പോഴത്തേനും എടുത്തു വെച്ച ചെമ്മീനില്ല ഒന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. സപ്പോസ് നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആവണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യുമ്പോഴത്തേനും നല്ല സ്മെല്ലായിരിക്കും. ആ ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ വേകുമ്പോഴുള്ളൊരു സ്മെല്ലില്ല, അത് കിട്ടും. അപ്പോൾ നമ്മൾ ഓഫാക്കിയിട്ട് എന്ത് ചെയ്യണമെന്നറിയോ, ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടെ എടുത്തിട്ട് അരകല്ലിൽ വെച്ചിട്ടോ, അരകല്ലല്ലേ, കല്ലിൽ വെച്ചിട്ടോ ഇല്ലെങ്കിൽ മിക്സിയിൽ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും മിക്സിയിൽ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഒരു അളവിന് നന്നായിട്ട് കിട്ടി. നല്ലൊരു പിടി നിറച്ചും കിട്ടിയായിരുന്നു, ഒരു വലിയൊരു ഉരുള നിറച്ചും കിട്ടിയായിരുന്നു. നല്ല അടിപൊളിയായിട്ട് വന്നായിരുന്നു ചമ്മന്തി. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയാമെന്നാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് വൈറ്റ് റൈസാണ് കിട്ടിയത്. അപ്പോൾ അത് വെച്ച് ഞാനൊന്ന് ടേസ്റ്റ് നോക്കി. ഗംഭീര ടേസ്റ്റാട്ടോ. അയ്യോ, ഒന്ന് പറയാൻ വയ്യ, എനിക്ക് അത്രയും നല്ല ടേസ്റ്റാണ്. ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല ടേസ്റ്റായിട്ട് കിട്ടിയത് എനിക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ. 2 ഈസി മെത്തേഡാണ് ചെമ്മീൻ ക്ലീൻ ചെയ്യുന്ന വിധം ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. ബൈ, ടേക്ക് കെയർ.